നീ ഇവിടെ ബിന്ദുവിന് ശരിക്കും ജോലിയാക്കി വെച്ചിരിക്കുക. ഇപ്പൊ തൂത്തിട്ട് അങ്ങോട്ട് പോയത്. അപ്പൊ ഇന്ന് നമുക്കുള്ള കടലാസ് ചെടിയുടെ ചില കലാപരിപാടികളാണ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഹൈബ്രിഡ് ഇനങ്ങൾ നല്ല വിലയാണ് നമ്മൾ വാങ്ങാൻ. എനിക്ക് പിന്നെ ഒരു 3-4 ഇനം മാത്രമേ ഉള്ളൂ ഹൈബ്രിഡ്, ബാക്കിയെല്ലാം നമ്മുടെ നാടൻ സൈസുകൾ തന്നെ. അപ്പം ഈ ഹൈബ്രിഡ് നല്ല വില കൊടുത്ത് വാങ്ങിയ ഹൈബ്രിഡുകൾ ചെറിയ തൈകളാണ് വാങ്ങിയിരിക്കുന്നത്. അതേ വാങ്ങാൻ പറ്റൂ. അപ്പോൾ ഇത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറയുന്ന ഒരു ഇനമാണ്. പിന്നെ ഇത് അർജുന എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പൈറോപ്പാല്, ഈ പിന്നെ ചില്ലി റെഡ്, ഇതൊക്കെ ഇങ്ങനെ കുറേ ഐറ്റംസ്. അപ്പോൾ ഈ ചെറിയ തൈകൾ ഇപ്പോൾ ഒരെണ്ണേ ഉള്ളു. അത് നമുക്ക് പിന്നെ ബൈ ചാൻസ് എന്തെങ്കിലും സംഭവിച്ച് നഷ്ടപ്പെട്ടു ഒന്നുമില്ല സംഭവിച്ച് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നമുക്കത് 2-3 ഒക്കെ ആക്കി വെച്ചാൽ നമുക്കതൊരു അസറ്റാണ്. അപ്പോൾ ഇത് ചെറിയ ഇപ്പം ഇതിൻ്റെ പൂവെല്ലാം കഴിഞ്ഞു. നമുക്കിത് ഒരു കാര്യം ചെയ്യാം. ഇത് നമുക്ക് 1-2 ഒന്ന് ബഡ് ചെയ്യാം. ബഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പല മെത്തേഡുകളിലുണ്ട് ബഡ് ചെയ്ത്. ഇതൊരെണ്ണം ഞാൻ ബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഒരെണ്ണം ആണോ, ഇത് പിടിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞതാണ്. ഇത് ആ ഇനമാണ്, ഈ ഗോൾഡൻ സൺഷൈൻ. ഇത് പിടിച്ചു കഴിഞ്ഞ് അപ്പോൾ ഇത് പിന്നെ ഇതൊരു അർജുനയാണ്. അങ്ങനെ 2 തൈകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 2 തൈയും കൂടെ സംഘടിപ്പിക്കുക. കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരു സുരക്ഷ. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നത് എങ്ങനെയാണെന്ന്. ഇതിൻ്റെ പട്ട ചെത്തി വെച്ച് നമ്മൾ പിന്നെ പിടിപ്പിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കറിയാം, ഇതിൻ്റെ കമ്പ് വെട്ടിയാൽ ഒരു 100 കമ്പ് വെട്ടി വെച്ചാൽ, അതിപ്പോൾ റൂട്ടക്സ് മുക്കിയിട്ടാണെങ്കിൽ ഒരു 100 കമ്പ് വെട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 എണ്ണം പിടിക്കും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് പിടിക്കും. നമ്മുടെ നാടൻ ഇനങ്ങളെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ കമ്പ് വെട്ടി വെച്ച് നഷ്ടപ്പെട്ടു പോയാൽ ഭയങ്കര നഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് ഗ്രാഫ്റ്റാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ എനിക്കിന്ന് ഒരു അസിസ്റ്റൻറ്റിനെ കിട്ടിയിട്ടുണ്ട്, ഒരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിൽ ചിലർക്കൊക്കെ അറിയാം അജുവിനെ. അപ്പോൾ ഈ അജു ഒരു യൂട്യൂബ് ചാനലാണ്, യൂട്യൂബറാണ്. അപ്പം അജുവിനും കൂടെ പറഞ്ഞു കൊടുക്കാനാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കെന്താ ഗ്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് ആദ്യം വേണ്ടത് നമ്മൾ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്യണം. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റിങ്ങിൻ്റെ നൈഫ്, കട്ടർ, പിന്നെ ടിഷ്യൂ പേപ്പർ, പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ടേപ്പ്, പിന്നെ വെള്ളം. ഇതെന്ത് വെള്ളമാണെന്നറിയാമോ? ഇത് നമ്മൾ സാധാരണ വെള്ളത്തിനകത്ത് ഒരു അല്പം പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് കൂടെ ഒഴിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും നമ്മൾ ഈ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സർജറിയാണ്. അപ്പം നമ്മൾ ഈ പിന്നെ കൈയെല്ലാം വൃത്തിയാക്കി നമ്മുടെ ഇൻസ്ട്രുമെൻറ്റുകളും വൃത്തിയാക്കി ഇത് ചെയ്യാവും, അണുനാശിനി ഉപയോഗിച്ചിട്ട് ഈ സർജറി ചെയ്യുന്ന അത്. കാര്യം എന്ന് പറഞ്ഞാൽ അണുബാധ ഉണ്ടാകരുത് ഒരു കാരണവശാലും. മനസ്സിലായല്ലോ? അപ്പം ഇത് കണ്ടിട്ട് പോയി വീട്ടിൽ ചെയ്ത് നോക്കുക. അപ്പോൾ അജുവും പിന്നെ വീട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള പരിപാടി. നീ എനക്കും വേണോ? പഠിപ്പിക്കണോ? പഠിപ്പിക്കാം. അവക്ക് ഇതിവിടെയുള്ള സൗകര്യ. ഞാൻ വേറെ അടുത്തും കൂടുതൽ സംസാരിക്കാൻ പാടില്ല. അടുത്ത ആള് വന്ന് എന്താ മോന് പറയണം. എനിക്ക് പറഞ്ഞുതരാം. 2 പേർക്കും പറഞ്ഞുതരാം. 2 അല്ല, നിങ്ങൾ 3 പേർക്കും പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞുതരാം. പറയാടി. അതൊരെണ്ണം എടുക്കാം. ഇപ്പം ഇതിലാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഇത് നാടനാണ്. ഈ നാടൻ ഇതിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാം. ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇതിൽ നിന്ന് മുറിച്ചെടുക്കാം. ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം, ഇത് മതി നമുക്ക്. ഇത്രയും ചെറിയ കഷ്ണം മതി നമുക്കിത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കമ്പ് വെട്ടി വയ്ക്കുകയാണെങ്കിൽ നല്ല നീളമുള്ള കമ്പ് വേണം. ഇതെല്ലാം വേണം. ഇതാകുമ്പം പിന്നെ നമുക്ക് ഈസി ആയിട്ട് പറ്റും.
ഇങ്ങനൊരു ചെറിയ കഷ്ണം എടുക്കുക. ചെറിയ കഷ്ണം ഒരു ഇത് മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കോളാം ഇതെങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഇവിടുത്തെ തൊലി ചെത്തി കളഞ്ഞിട്ട് നമുക്കിവിടെ വെച്ച് ഇതും ഇവിടെ വെച്ച് അങ്ങ് മുറിക്കാം. കണ്ടോ, ഇത്രയും അങ്ങ് മുറിച്ചു, അത്രയും മുറിച്ച് കളഞ്ഞു. എന്നിട്ട് നമുക്ക് ഇത് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പം ഇതിൻ്റെ തല തിരിഞ്ഞു പോകരുത്, അത് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൻ്റെ സാധാരണ ഇത്രയൊക്കെ ചെറിയ കഷ്ണം എടുക്കുമ്പം ഇത് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, അങ്ങനെ തിരിഞ്ഞു പോകരുത്. അപ്പോൾ ഇത് ഇത്രയും എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു അല്പം തൊലി ഇതുപോലെ താഴേക്ക് നമുക്ക് ചെത്താം. ഇതുപോലെ തൊലി ഒരു അല്പം ചെത്തി വയ്ക്കാം. ചെത്തി വെച്ചിട്ട് നമുക്ക് ഇതും വേണ്ട, ഇതും അതുപോലെ ഈ പിന്നെ ഒരു കോർണർ വെച്ചിട്ട് നമുക്ക് ചെത്തിയെടുക്കാം. ഉണ്ട് ഇതുപോലെ ചരിച്ച് നമ്മളത് ചെത്തിയെടുക്കുക. ചെത്തിയെടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇറക്കി വയ്ക്കുക. കണ്ടോ, നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇറക്കി വയ്ക്കുക. ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ലേക്ക വരുന്ന് ടേപ്പ് എടുക്കാം. ഒരു കഷ്ണം ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തിട്ട് നമ്മളിത് ചുറ്റി കെട്ടുക. ഓക്കെ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ മെയിൻ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പറയാം. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇത് അങ്ങ് കമഴ്ത്തി വയ്ക്കാം. ഒന്ന് കമഴ്ത്തി വെച്ചു. കമഴ്ത്തി വെച്ചിട്ട് ഇനി ഇത് നമുക്ക് തണലത്തൊരിടത്തുനിന്ന് മാറ്റി വയ്ക്കാം. എന്താ അവിടെ അതിന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഞാൻ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോ ഒരാഴ്ച മുമ്പ് ചെയ്ത ഒരെണ്ണമാണ്. മുകുളം പൊട്ടി തുടങ്ങി, മുളച്ചു തുടങ്ങി. അപ്പം ഇത് ചെയ്യേണ്ടത് ഇതുപോലെ ശരിക്കും ആവി വരുമ്പം നമുക്ക് ഒന്ന് ഈ ആവി കഴുകി കളഞ്ഞിട്ടേ ഒന്ന് വൃത്തിയായിട്ടൊന്ന് പിന്നെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് കമഴ്ത്തി വയ്ക്കുക. ഇതിപ്പോൾ ഒരു 8-10 ദിവസം ആയതാണ്. ആണ് കണ്ടല്ലോ. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നത് പിന്നെ വെറുതെ കമ്പ് കുത്തിയാൽ നമ്മൾ പിന്നെ കിട്ടുമോ ഇല്ലയെന്ന് സംശയമാണ്. കാര്യം അത്രയേറെ കമ്പ് കുത്തണം. പിന്നെ ഒരു കുത്താനുള്ള കമ്പിൻ്റെ ലെങ്ത് അത്ര നീളമുള്ള ഇത്രയും പിന്നെ വില കൊടുത്ത് മേടിക്കുന്ന ഹൈബ്രിഡ് ഇനങ്ങളെല്ലാം നമ്മൾ ലയിക്ക അത് തട്ടിക്കളയല്ലേ മക്കളെ. ബാക്ക് 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 അപ്പം ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന ഇതിൻ്റെ നല്ല നീളത്തിലുള്ള ഓരോ കമ്പുമായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയാൽ അത്ര പിന്നെ
വലിയ നഷ്ടമാണ്. അപ്പം ഇതാകുമ്പോൾ നമ്മുടെ നാടനാണ്. നാടനിലേക്ക് അത് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് നമുക്ക് ലാഭമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്. ഇനിയും ഒരു 8-10 കൂടെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ അതിനുള്ള നാടൻ പ്ലാന്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ഗ്രാഫ്റ്റാ അല്ലെങ്കിൽ ബഡ്ഡാ അല്ലെങ്കിൽ ഇതുപോലെ ഇത്തരം ഒരു കാര്യമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പം അജുവിന് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. വീട്ടിൽ ചെന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ? നോക്കാന്നല്ല, നോക്കണം. ഒരു സാധനം എടുത്തിട്ട് ശരിക്കും ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ഓക്കെ, ശരി, ഓക്കെ.